अर्श पे आना फल में जाना सबकी बस की बात नहीं कंकरियों को कलमा पढ़ाना सबकी बस की बात नहीं मेरे नबी का मौजूद जाए जंगे बदल तलवार बनाए വൈവിധ്യങ്ങളുടെ മഹാരാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തും ഭാഷാപരമായി ആ ഭാഷ സംസാരിക്കുന്നവർ ഉണ്ടെങ്കിൽ പോലും ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത ഭാഷകളും വ്യത്യസ്ത സംസ്കാരങ്ങളുമുള്ള ജനവിഭാഗങ്ങളുണ്ട്. നമ്മുടെ തൊട്ട് അയൽപ്പക്കമായ കർണാടക ശരിക്കും കന്നഡികരുടെ സംസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ കർണാടകയിൽ കന്നഡ മാത്രമല്ല സംസാരിക്കുന്നത്. കർണാടകയിൽ വിവിധ ജനവിഭാഗങ്ങളുണ്ട്, വിവിധ സാംസ്കാരിക ധാര പിന്തുടരുന്ന വിഭാഗങ്ങളുണ്ട്, വിവിധ ഭാഷ സംസാരിക്കുന്നവരുണ്ട്. ഇവിടെ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കർണാടകയിൽ നിന്ന് മുംബൈയിലേക്കും ഗോവയിലേക്കുമുള്ള യാത്രക്കിടയിൽ യെല്ലാപ്പൂർ എന്ന സ്ഥലത്തിന് അടുത്തുള്ള ഈ വനമേഖലയാൽ ചുറ്റപ്പെട്ട തവർഗട്ട എന്ന ഗ്രാമത്തിലാണ്. ഈ ഗ്രാമത്തിൽ ഈ നിൽക്കുന്ന നമ്മുടെ അടുത്ത് നിൽക്കുന്ന സഹോദരിമാരും സഹോദരങ്ങളും ഈ മക്കളൊക്കെ ഇന്ത്യ മഹാരാജ്യത്തെ പൗരന്മാരാണ്. ഇവര് ശരിക്കും സിദ്ദികൾ എന്നറിയപ്പെടുന്ന ജനവിഭാഗമാണ്. ശരിക്കും ആഫ്രിക്കൻ പൈതൃകവും പാരമ്പര്യവും അതുപോലെ അവരുടെ ശാരീരിക ശാസ്ത്രത്തിൽ ഇന്നും കാണപ്പെടുന്ന അപൂർവ ഒരു വിഭാഗമാണ് ഇവർ പണ്ട് അറബികൾ കൊണ്ടുവന്ന് നാവികരായി അറബികൾ കൊണ്ടുവന്നവരും സിദ്ദികളിലുണ്ട്. പോർച്ചുഗീസുകാർ അടിമകളായി കൊണ്ടുവന്നവർ സിദ്ദികളിലുണ്ട്. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ പണിക്കാരായി കൊണ്ടുവന്നവർ സിദ്ദികളിലുണ്ട്. സിദ്ദികൾ തന്നെ റസിയ സുൽത്താനയുടെ കീഴിൽ ഉള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ മാലിക് അംബർ സിദ്ദി എന്ന് പറഞ്ഞ വലിയൊരു സിദ്ദി ഭരണാധികാരികൾ ഇവിടെ ഈ കർണാടകയിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കാലത്ത് ഉയർന്ന നിലയിലുള്ളവരായിരുന്നു. ഇന്നിവർ വനപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ജീവിക്കുന്നത്. ഈ കാടിന് ചുറ്റുമുള്ള ഗ്രാമങ്ങളും കുഞ്ഞു വീടുകളും കൃഷിയും ഒക്കെ ആയിട്ട് കഴിഞ്ഞുകൂടുന്ന ജനവിഭാഗങ്ങളാണ് ഈ നേരത്തെ നമ്മുടെ പാട്ടുപാടിയ സഹോദരിമാരും സഹോദരന്മാരും ഒക്കെ. ഇദ്ദേഹം आपका नाम क्या है? मोहम्मद. मोहम्मद अली. आपका नाम? സായറ. आपका? മുംതാസ്. ഇവരെല്ലാവരും കുടുംബാംഗങ്ങളാണ്. ഇവർ ഹിന്ദിയാണ് സാധാരണ ഹിന്ദി സംസാരിക്കാറുണ്ട്. കൊങ്കണി സംസാരിക്കുന്ന സിദ്ദികളും ഉണ്ട്. അങ്ങനെ വ്യത്യസ്തമായ ജനവിഭാഗങ്ങളുടെ നാട് കൂടെയാണ് നമ്മുടെ ഇന്ത്യ എന്നുള്ളത്. കർണാടകയുടെ അതിർത്തി ഗ്രാമങ്ങളിലുള്ള സിദ്ദികൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഗോവയിൽ നിന്ന് കുടിയേറിയവരാണ്. കർണാടകയിൽ മാത്രമല്ല, ഗോവ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലും നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനിലും സിദ്ദികളെ നമുക്ക് കാണാം. ആഫ്രിക്കൻ നൃത്തരൂപങ്ങളോട് സാദൃശ്യമുള്ള ധമാൽ നൃത്തമാണ് സിദ്ദികളുടെ പ്രധാന കലാരൂപം. ധമാലിന് അകമ്പടിയായി ധമം എന്നൊരു സംഗീതോപകരണവും ഉണ്ടാകാറുണ്ട്.
കർണാടകയിലെ വനമേഖലകളിലുള്ള അതിർത്തി ഗ്രാമങ്ങളിലാണ് നിലവിൽ സിദ്ധികൾ അധികവും താമസിച്ചു വരുന്നത്. കൃഷിയാണ് പ്രധാന ഉപജീവന മാർഗം. എന്നാൽ പലപ്പോഴും കൃഷി നഷ്ടത്തിലായതിനാൽ കൂലിപ്പണികൾക്കും വനവുമായി ബന്ധപ്പെട്ട പല തൊഴിലുകൾക്കും ഇവർ പോയി വരാറുണ്ട്. സിദ്ധികൾക്കിടയിൽ തന്നെ നിരവധി കലാകാരന്മാരും കായിക താരങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും ഉണ്ടായിട്ടുണ്ട്. കർണാടക ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായ ശാന്താറാം സിദ്ധി, ഡോക്ടർ UR അനന്തമൂർത്തിയുടെ നാടകത്തിൽ അഭിനയിച്ച പ്രശാന്ത് സിദ്ധി, ജൂനിയർ വിഭാഗം പെൻറ്റാതലണിൽ ദേശീയ റെക്കോർഡ് ജേതാവായ കമലാബാബു സിദ്ധി തുടങ്ങിയവരൊക്കെ സിദ്ധികൾക്കിടയിൽ അറിയപ്പെടുന്ന പ്രമുഖരാണ്. നൂറ്റാണ്ടുകളായി ഇന്ത്യ മഹാരാജ്യത്ത് ജീവിച്ചിട്ടും മറ്റു ജനവിഭാഗങ്ങളുമായി കൂടിക്കലരാത്തതിനാൽ തങ്ങളുടെ ആഫ്രിക്കൻ സ്വത്വം ഇന്നും കാത്തു സൂക്ഷിക്കുന്നവരാണ് സിദ്ധികൾ.